ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 24 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. അന്ത്യകാലത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ ഒരു ക്രിസ്ത്യാനി ഏത് രീതിയിൽ ജീവിച്ചാലാണ് നിത്യസമ്മാനത്തിന് വേണ്ടിയുള്ള അവൻ്റെ വിളി സന്തോഷത്തോടെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുക എന്ന് ഈശോ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രകൃതിയുടെ ലക്ഷണങ്ങൾ കണ്ട് കാലാവസ്ഥയെയും തുടർന്ന് നടക്കാൻ പോകുന്ന സംഭവവികാസങ്ങളെയും എല്ലാം വിലയിരുത്താൻ കാർഷിക സംസ്കാരമുള്ള നാട്ടിൽ എല്ലാവർക്കും സാധിക്കും. മരങ്ങളിൽ ഇലകൾ തളിർക്കുമ്പോൾ, ഇലകൾ ഉണങ്ങുമ്പോൾ, ഇലകൾ പൊഴിയുമ്പോൾ, പ്രകൃതിയിൽ ചില പ്രത്യേക രീതിയിലുള്ള മഴകൾ കാണുമ്പോൾ, ചില ജീവികൾ പ്രത്യേകമായ വിധം ശബ്ദമുണ്ടാക്കുമ്പോൾ, അവിടെയൊക്കെ പ്രകൃതിയിലുണ്ടാകാൻ പോകുന്ന ചില ലക്ഷണങ്ങൾ, ചില പ്രത്യേകതകൾ തിരിച്ചറിയാനായിട്ട് നമ്മുടെ കർഷകർക്കറിയാം. ഈ കർഷകരെ തന്നെ മുമ്പ് നിർത്തിയിട്ടാണ് ഈശോ പറയുന്നത്, ഇലകൾ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് പോലെ പ്രകൃതിയുടെ ലക്ഷണങ്ങൾ കണ്ട് ദൈവരാജ്യത്തെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട്, അന്ത്യവിധി നാളിൽ അവൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നും 4 ദിക്കുകളിൽ നിന്ന് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. ആ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരുടെ ഗണത്തിൽ ഞാനും നീയും ഉണ്ടോ എന്നതാണ് ഈശോ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളി. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ അവൻ്റെ വലതുഭാഗത്ത് അണിനിരക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുക എന്നതാണ് ഈ ഹ്രസ്വമായ ലോകജീവിതത്തിൻ്റെ ലക്ഷ്യം. അവനോടൊത്ത് വസിക്കാൻ സാധിച്ചില്ലെങ്കിൽ, അവൻ വിഭാവന ചെയ്യുന്ന സ്വർഗരാജ്യത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചില്ല എങ്കിൽ ഈ ലോകജീവിതം കൊണ്ട് ഏറെയൊന്നും നേടാൻ നമുക്കാകില്ല എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലുള്ള ജീവിതം അത് എങ്ങനെയാകുമെന്നും ഏത് രീതിയിലാകുമെന്നും കൃത്യമായി പ്രവചിച്ച യേശുനാഥൻ ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അടിവരയിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ ഒരു നാളും കടന്നു പോകില്ല, അത് നടപ്പിലാകാതെ. 2 സാധ്യതകളാണ്. ഒന്ന്, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അത് നിറവേറും എന്ന തിരിച്ചറിവോടുകൂടി ജീവിതത്തിലെ കടന്നു പോകുന്ന വിനാഴികളിൽ അവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തുക. തോന്നിവാസം ജീവിക്കാം എന്നുള്ള ചിന്തകൾ മാറ്റിവെച്ചിട്ട് അവൻ കാട്ടിത്തരുന്ന വഴികളിലൂടെ, കാനായിലെ കല്യാണവേളയിൽ അമ്മ പറഞ്ഞതുപോലെ അവൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യാൻ, അവൻ പറയുന്നത് പോലെയൊക്കെ ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിച്ചാൽ സ്വർഗരാജ്യം എൻ്റെയും നിങ്ങളുടെയും സ്വന്തമായി മാറും. രണ്ടാമതൊരു സാധ്യത, അവൻ്റെ കരുണയ്ക്ക് വേണ്ടി താണു വീണ് പ്രാർത്ഥിക്കുക എന്നതാണ്. അത് പാപത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിന്നുകൊണ്ടല്ല, ഈ ലോക ജീവിതത്തിന് സാധ്യമായ എല്ലാ സാഹചര്യങ്ങളും മുതലെടുത്തുകൊണ്ട്, എല്ലാ സാഹചര്യങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പാപവഴികളെ വിട്ടുപേക്ഷിക്കാനുള്ള മാർഗങ്ങളെല്ലാം നമ്മൾ നടത്തിയെന്ന് ഉറപ്പുവരുത്തിയിട്ടും വീണ്ടും നാം വീണുപോകുന്ന, വീണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ വഴികൾ തെറ്റുന്ന, വീണ്ടും അവിടുത്തെ സന്നിധിയിലേക്ക് ഓടിയെടുക്കാനാകാത്ത ബന്ധനങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അവൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് കരയാം. ഈശോയെ, പാപിയായ എന്നോട് കരുണയായിരിക്കണമേ എന്ന ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നമുക്ക് ഉയർത്താം.
കരുണാർദ്ര സ്നേഹം നമുക്ക് നൽകുന്ന യേശുനാഥൻ എനിക്കും നിങ്ങൾക്കുമായിട്ട് അവൻ്റെ കരുണയുടെ കരം നീട്ടുക തന്നെ ചെയ്യും. അവൻ നീതിമാനാകിയാൽ അവൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി നീതിമാന്മാർക്ക് സ്വർഗം കൊടുക്കലാണ്. നീതിമാന് വിനയം അനിവാര്യമാണ്. അതുകൊണ്ട് വിനയമുള്ള നീതിമാന്മാരാകാൻ നമുക്ക് ആഗ്രഹിക്കാം. അവൻ്റെ വിളി കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം. അവൻ വിളിച്ചാൽ അവൻ വലതുഭാഗത്തുണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ നമ്മുടെ ജീവിതചര്യകൾ കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട്, സംസാരം കൊണ്ട് നമുക്ക് സാധ്യമാകട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.